BJPയുടെ ഏജന്റുമാരായി പ്രവർത്തിക്കാനല്ല ദേശീയ അന്വേഷണ ഏജൻസികളെ നിയമിച്ചിരിക്കുന്നത്. അത് കൃത്യമായും ജനോപകാരപ്രദമായും ഈ നാട്ടിലെ ഓരോ പൗരനും നീതി ന്യായവും കൃത്യമായ രീതിയിൽ നൽകുന്നതിന് വേണ്ടി സ്വാർത്ഥതയില്ലാത്ത, ഒരു രീതിയിലും പക്ഷപാതമില്ലാത്ത അന്വേഷണം നടത്തേണ്ടതിനാണ്. എന്നാൽ ഇവിടെ ED ഇപ്പോൾ BJPയുടെ ഏറാമൂളികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് ശ്രീനഗർ ഹൈക്കോടതി പറഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള നാണക്കേട് ബാധിച്ചിരിക്കുകയാണ്. ഇതാദ്യമായൊന്നുമല്ല EDയെ ഒരു ഹൈക്കോടതി പ്രഹരം ഏൽപ്പിക്കുന്നത്. നിരവധി തവണ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ക്രിക്കറ്റ് ബോർഡ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട പണം വെളുപ്പിക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവിനെ അറസ്റ്റ് ചെയ്ത് കളയാം, അദ്ദേഹത്തിനെ കള്ളക്കേസിൽ കൊടുക്കാം എന്ന ധാരണയിലേക്ക് പോകുമ്പോഴാണ് EDക്ക് കൃത്യമായും ഒരു പണി കിട്ടിയിരിക്കുന്നത്. CBIക്ക് മുകളിലുള്ള ഒരു അപ്പീൽ അതോറിറ്റി ഒന്നുമല്ല ED എന്നാണ് ഹൈക്കോടതി കൃത്യമായി നിഷ്കർഷിച്ചിട്ടുള്ളത്. മാത്രമല്ല CBIയുടെ കണ്ടുപിടുത്തങ്ങളെ അതിലെ ഖണ്ഡിക്കാൻ EDക്ക് ആരാണ് അവകാശം കൊടുത്തത് എന്നും പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, CBI ആയിരുന്നാലും ED ആയിരുന്നാലും ദേശീയ അന്വേഷണ ഏജൻസികൾ തന്നെയാണ്. അവരുടെ രീതികൾ, അവർ അന്വേഷിക്കുന്ന വഴികൾ, അതിലെല്ലാം തന്നെ സ്വതന്ത്രമായ ചുമതലകൾ ഉണ്ട്. എന്നാൽ ആധികാരികമായി അവർ കോടതിയുടെയൊക്കെ പരിധിയിലാണ്. അവർ അന്വേഷിക്കുന്ന കേസ് തെളിഞ്ഞാലും അതിനകത്ത് അന്തിമ നടപടി എടുക്കേണ്ടത് ഹൈക്കോടതിയോ അതിന് മുകളിലുള്ള കോടതിയോ ആയിരിക്കണം. ഇവിടെ CBI, ED ഇവർ രണ്ടുപേരും പരസ്പര പൂരകങ്ങളായി പല തവണയായി BJPയെ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിതാ നാഷണൽ കോൺഫറൻസ് നേതാവായ ഫാറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർക്കെതിരെ FIR ഇട്ടുകൊണ്ട് ED നടത്തിയിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ നാടകത്തിൽ തീർച്ചയായും ഹൈക്കോടതിക്ക് ഇടപെട്ടേ പറ്റൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒമർ അബ്ദുള്ള പറഞ്ഞതുപോലെ ഇത് പ്രതിപക്ഷത്തിനെ മൊത്തത്തിൽ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ ഇപ്പോൾ BJP കണ്ടെത്തിയിരിക്കുന്ന പുതിയ പരീക്ഷണമാണ്. ഇത് പൂർണ്ണമായും വിജയിക്കുമെന്ന് കരുതുകയേ വേണ്ട. ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. EDയെയും അതുപോലെ ദേശീയ അന്വേഷണ ഏജൻസികളെയും ഒക്കെ മൂക്കുകയറിടാൻ അധികം സമയമൊന്നും വേണ്ടിവരില്ല. ED ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതികൾ നമുക്ക് കൃത്യമായി അറിയാം. എത്ര അഴിമതിക്കാരായ നിലവിലെ അധികാരത്തിലിരിക്കുന്നവരുടെ വീട്ടിലേക്ക് റെയ്ഡ് ചെയ്തിട്ടുണ്ട്, അവരെ കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ട് അകത്താക്കിയിട്ടുണ്ട്. അതൊന്നുമില്ല. അവർ പ്രതിപക്ഷത്തെ ടാർഗറ്റ് ചെയ്ത് കണ്ണിൽ ഇമവെട്ടാതെ നിൽക്കുകയാണ്. ഇത് പൊളിച്ചടുക്കിയേ മതിയാകൂ എന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.